ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കേസെടുത്തു. ആനയുടെ മുൻകാലുകളിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് കേസെടുത്തത്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ K. മനോജ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലെ നറുക്കെടുപ്പ് പൂർത്തിയായി. 86 പഞ്ചായത്തുകളിലായി 907 വാർഡുകളിലാണ് സംവരണ വാർഡുകളായി തെരഞ്ഞെടുത്തത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ കുന്നംകുളം ACPയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾ മോഷ്ടിച്ചത് 10 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ 46 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. ചാലക്കുടി ഉപജില്ല 34 പോയിന്റോടെ 2ാം സ്ഥാനത്തും 31 പോയിന്റുമായി ചാവക്കാട് 3ാം സ്ഥാനത്തും തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കേസെടുത്തു. ആനയുടെ മുൻകാലുകളിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ K. മനോജ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഗോകുൽ ചെരിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി 13-ാം തീയതി കൊയിലാണ്ടിയിൽ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റ് ഗോകുൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ 2ാം പാപ്പാൻ ഗോകുലിന്റെ നേതൃത്വത്തിൽ 5 പാപ്പാന്മാർ ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് 2ാം പാപ്പൻ ഗോകുലിനെയും 3ാം പാപ്പൻ സത്യനെയും ദേവസ്വം ബോർഡ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. ജില്ലയിലെ പഞ്ചായത്തുകളിലെ പൊതു തെരഞ്ഞെടുപ്പിനായുള്ള സംവരണ വാർഡുകൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി. 87 പഞ്ചായത്തുകളിലായി 907 വാർഡുകളിലാണ് സംവരണ വാർഡുകളായി തെരഞ്ഞെടുത്തത്. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളിലെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പും കളക്ടറേറ്റിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള നറുക്കെടുപ്പുകൾ ഈ മാസം 18-നും 21-നും നടക്കും. തൃശൂർ കോർപ്പറേഷൻ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് 18-ന് എറണാകുളത്ത് നടക്കും. യാത്രക്കാരായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. സ്വപ്നയാത്രയിലാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് വികസനത്തിന്റെ പാതയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡബിൾ ഡക്കറിലും മാത്രമായില്ല, സർക്കാർ കാര്യമല്ലേ മുറ പോലെയാകും, കാത്തിരിക്കേണ്ടി വരുമെന്ന പതിവ് രീതി തെറ്റി. പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തൃശ്ശൂരിന്റെ സ്വന്തം ഡബിൾ ഡക്കർ ബസ് നഗരത്തിലെത്തിയെന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ നിന്നുള്ള ട്രയൽ റണ്ണും നടത്തി. രാമനിലയത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രിമാരായ രാജനും ഗണേഷ് കുമാറും ആദ്യാവസാനം വരെ യാത്രയിൽ പങ്കാളികളായി. സ്വരാജ് റൗണ്ടൊന്ന് ചുറ്റിക്കണ്ട് കിഴക്കേക്കോട്ടയിലൂടെ മണ്ണുത്തിയിലെത്തി. തുടർന്ന് ദേശീയപാതയിലൂടെ കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് താണ്ടി നേരെ സുവോളജിക്കൽ പാർക്കിലേക്ക്. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം മന്ത്രി രാജന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന് ടിക്കറ്റ് എടുത്ത് വരുന്നവന് ഒന്ന് അതിന്റെ ആകാശ കാഴ്ചകൾ മനോഹരമായിട്ടൊന്ന് കണ്ടുവരാം. അതൊരു സൗന്ദര്യമായിരിക്കും. മൃഗങ്ങളും പ്രകൃതിയും എല്ലാം കൂടി ചേരുന്ന ഒരു സംവിധാനം കാണാൻ ഓരോ ദിവസവും ഇംപ്രൂവൈസ് ചെയ്യും ഈ സുവോളജിക്കൽ പാർക്ക്. ഞാൻ MLA ഫണ്ടും പ്ലാൻ ഫണ്ടും കൂടി മാറ്റിവെച്ച് 4 കോടി രൂപ ചെലവഴിച്ചിട്ട് ഈ സെന്ററിൽ നമ്മളൊരു പുതിയ ബസ് സ്റ്റാൻഡ് വരികയാണ്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ കാലത്തേക്കുള്ളതല്ല, ഇനി വരാനിരിക്കുന്ന തൃശ്ശൂരിന്റെ ഓരോ പുരോഗതിക്കും ഒരു കാഴ്ചയുടെ വെളിച്ചമായി നമ്മുടെ ഈ KSRTC ഡബിൾ ഡക്കർ ബസ് ഉണ്ടാകും. ആ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും. മന്ത്രി ഗണേഷ് കുമാറിന് ഇത് ഡബിൾ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. കാരണം ആ വാക്കുകളിലുണ്ട്. അന്ന്
സുവോളജിക്കൽ പാർക്ക് തുടങ്ങുമ്പോൾ എൻ്റെ മാത്രം ഒരു ഇനിഷ്യേറ്റീവാണ്. പിന്നെ ഇപ്പോൾ രാജൻ 9 വർഷമായിട്ട് MLA ആണ്. LDF സർക്കാർ വന്നതിന് ശേഷം കിഫ്ബിയിൽ നിന്ന് പണം വന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കി. അത് സന്തോഷമുള്ള കാര്യമാണ്. 1.5 കോടിക്ക് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10-12 മാസത്തിനുള്ളിൽ ഇത് ലാഭത്തിലാക്കും. ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ തൃശ്ശൂരിൽ ഓടാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ ഈ കാര്യത്തിൽ. പുത്തൂരിലേക്ക് നമ്മൾ ഈ ബഡ്ജറ്റ് ടൂറിസം വരുന്നുണ്ട്, പിൽഗ്രിം ടൂറിസം വരെയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് വലിയ ക്ഷേത്രങ്ങളുണ്ട്, പാലക്കാട് തൃശ്ശൂർ ജില്ലയിൽ. ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇതിനെല്ലാം കണക്ട് ചെയ്തുള്ള തീർത്ഥാടന യാത്രകൾ KSRTC കേരളം മുഴുവൻ ഒരുക്കുകയാണ്. പിൽഗ്രിം ടൂറിസം പാക്കേജ്. അപ്പോൾ അവിടെയെല്ലാം പോകണമെന്ന് നമ്മുടെ സാധാരണക്കാരായ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കൊരു സുഗമമായ യാത്രയും താമസവും എല്ലാം KSRTC ഒരുക്കും. പാർക്കിനുള്ളിലെ പക്ഷിമൃഗാദികളെ കണ്ടാസ്വദിച്ച് പ്രധാന കവാടത്തിലെത്തി. മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. തിക്കും തിരക്കും ഒഴിഞ്ഞതോടെ തൃശ്ശൂരിലേക്കുള്ള മടക്കയാത്ര കുറച്ചുകൂടി കളറായി. ഡ്രൈവർ മനോജിന്റെ പാട്ടും ഒത്ത ചുവടുകളും പ്രോത്സാഹനവുമായി മറ്റുള്ളവരും കൂടി ചേർന്നപ്പോൾ യാത്രയുടെ മൂഡ് തന്നെ മാറി. മേയർ MK വർഗീസ് തൂരിലൂടെ ഡബിൾ ഡക്കർ കയറുന്നത്. അതിന്റെ ഡബിൾ സന്തോഷത്തിലാണ് ഏവരും. ഡബിൾ ഡക്കർ യാത്രയിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ കുന്നംകുളം ACPയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ബസ് ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്ന പരാതികളിൽ വിശദമായ അന്വേഷണം നടത്തി മാത്രമേ കേസെടുക്കുകയുള്ളൂവെന്ന് ACP ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. യാത്രക്കാരിയായ യുവതിക്ക് നേരെ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ നെല്ലുവായി സ്വദേശി അനൂപ് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച ഉച്ച മുതൽ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. പരാതി വ്യാജമാണെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം. അതേസമയം യുവതി ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കേളത്ത് സ്കോൾഫ്ഡിംഗ് എന്ന കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മിണാലൂർ വടക്കൂടൻ ടൂവിൻ വിൽസൺ, പൂവത്തിങ്കൽ റമീസ്, പുതുരുത്തി കോമാട്ടിൽ സഞ്ജീവ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ക്യാമറ ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ആവേശകരമായി മുന്നേറുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ല 46 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് തുടരുന്നു. ചാലക്കുടി ഉപജില്ല 34 പോയിന്റോടെ 2-ാം സ്ഥാനത്തും 31 പോയിന്റുമായി ചാവക്കാട് 3-ാം സ്ഥാനത്തും തുടരുകയാണ്. സ്കൂളുകളിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 29 പോയിന്റുമായി 1-ാം സ്ഥാനത്തും, തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ 21 പോയിന്റുമായി 2-ാം സ്ഥാനത്തും, ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ 18 പോയിന്റുമായി 3-ാം സ്ഥാനത്തും തുടരുന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 98 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3 ദിവസങ്ങളിലായി 3668 കുട്ടികളാണ് കായികോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഭിന്നശേഷി കുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തോടെ സമാരംഭം കുറിച്ച കായികമേള ഉദ്ഘാടന ചടങ്ങിനും കായികാധ്യാപകരുടെ പ്രതിഷേധ പരിപാടിക്കും ശേഷം ഉച്ചയോടെയാണ് വേഗതയാർന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ലോങ് ജമ്പ്, മറ്റ് വിദ്യാർത്ഥികളുടെ 100, 800 മീറ്റർ ഓട്ടം, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, 400 മീറ്റർ ഹർഡിൽസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 3000 മീറ്റർ, 5000 മീറ്റർ നടത്തം, പോൾ വാൾട്ട് തുടങ്ങിയവയും വ്യാഴാഴ്ച നടന്നു. മേളയിൽ ആവേശം ഒട്ടും കുറയാതെയാണ് വിദ്യാർത്ഥികൾ മാറ്റുരച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആവണിയും ദിൽഷയുമാണ് ജൂനിയർ വിഭാഗം പോൾ വാൾട്ടിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയത്. കഴിഞ്ഞ 4 വർഷമായി ഷോട്ട്പുട്ടിൽ 1-ാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ 2-ാം സ്ഥാനവും നേടിയ തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവപ്രിയ ഷോട്ട്പുട്ട് സീനിയർ ഗേൾസിൽ 1-ാം സ്ഥാനം നേടി. അടുത്ത ദിവസങ്ങളിലും വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നുണ്ട് ഈ മിടുക്കി. ഷോട്ട്പുട്ട് മത്സരം കഴിഞ്ഞു, അതിലെനിക്ക് ഫസ്റ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എനിക്ക് തന്നെയാണ് ഷോർട്ട് ഡിസ്ക് ജാവലിനിൽ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത്. ഡിസ്കസിൽ ഫസ്റ്റ് ഉണ്ട്, ജാവലിനിൽ മാത്രം സെക്കൻഡാണ്. കഴിഞ്ഞ തവണ 1500, 3000 മീറ്റർ ഓട്ടത്തിൽ 1-ാം സ്ഥാനവും 800 മീറ്ററിൽ 2-ാം സ്ഥാനവും നേടിയ തൃശൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി തൗഫീഖാണ് ഇത്തവണ 800 മീറ്ററിൽ 1-ാം സ്ഥാനത്തെത്തിയത്. പനങ്ങാട്ടുകര കുന്നത്തുപീടിക ഹസൈനാറിന്റെയും സൈനയുടെയും മകനായ ഈ +1 വിദ്യാർത്ഥി കഴിഞ്ഞ 3 വർഷവും 800 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തിരുന്നു. 800 മീറ്റർ റേസിൽ ഫസ്റ്റ് കിട്ടി സീനിയർ ബോയ്സിൽ. ഇനി നാളെ 1500 മീറ്ററും 400 മീറ്ററും റേസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ 1500 മീറ്ററിലും 3000 മീറ്ററിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 800-ൽ സെക്കൻഡ് ആയിരുന്നു. അത് ഇപ്രാവശ്യം ഫസ്റ്റായി മാറി.
എൻ്റെ പേര് അഭിനന്ദനാണ്. ഞാൻ കാലിൻ സിറിയൻ സ്കൂളിൽ പഠിക്കുന്നു. 8ലാണ് പഠിക്കുന്നത്. എനിക്ക് അണ്ടർ-40 സബ് ജൂനിയറിൽ ലോങ് ജമ്പ് ഫസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ലോങ് ജമ്പ് 100 ഹൈ ജമ്പിന് മെഡൽ ഉണ്ടായിരുന്നു. തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും കരുവാങ്കാട് രഞ്ജിത്ത് സജിത ദമ്പതികളുടെ മകളുമായ കാർത്തികയാണ് 800 മീറ്ററിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അടുത്ത ദിവസങ്ങളിൽ ക്രോസ് കൺട്രി റേസ്, 1500, 3000 മീറ്റർ ഓട്ടം, 4x400 മീറ്റർ റിലേ എന്നീ മത്സരങ്ങളിലും മാറ്റുരയ്ക്കുന്നുണ്ട് ഈ മിടുക്കി. എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത് അച്ഛൻ തന്നെയാണ്. എനിക്കിനി ഇന്നത്തെ 800 മീറ്ററിലാണ് ഫസ്റ്റ് അടിച്ചത്. നാളെ എനിക്കിനി 1500 ക്രോസ് കൺട്രി ഉണ്ട്. പിറ്റേ ദിവസം 3000 ഉണ്ട്. പിന്നെ 4x400 മീറ്റർ റിലേ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 800, 1500, 3000 ഈ 3 ഇവൻറ്റിൽ ഗോൾഡ് തന്നെയായിരുന്നു. ഇൻഡിവിജ്വൽ ചാമ്പ്യനായിരുന്നു. പിന്നെ 4x400ലും ഗോൾഡ് തന്നെ അടിച്ചു. ജില്ലാ കായികമേളയുടെ 1ാം ദിവസം വളരെ മനോഹരമായി മുന്നേറുകയാണ്. 64 ഇനങ്ങളിലായി 3668 കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരത്തിന്റെ ആദ്യ ദിനം 50 ഇനങ്ങളിലായി 1500ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് മാറ്റുരച്ചത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ലിയോൺസ് പ്രവീണിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. റവന്യൂ ജില്ലാ കായികമേളയെ മെല്ലെപ്പോക്കിലാക്കി കായിക അധ്യാപകരുടെ പ്രതിഷേധ സൂചകമായി ബാഡ്ജും ആവശ്യങ്ങൾ എഴുതിയ നോട്ടീസും ധരിച്ചാണ് കായിക അധ്യാപകർ ചുമതല നിറവേറ്റിയത്. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറച്ച് എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപക നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് കായിക അധ്യാപകർ കായിക കേരളം മുന്നോട്ട് കുതിക്കാനുള്ള സാഹചര്യത്തിനു വേണ്ടിയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നും പറഞ്ഞു. ഇത് സമരമല്ല, ഒരു സമരം മുറയാണ് ശരിക്കും. കാരണം ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അതായത് ഇവിടെ കേരളത്തിൽ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ 1800ഓളം കായികാധ്യാപകർ മാത്രമാണുള്ളത്. LPയിലും ഹയർ സെക്കൻഡറിയിലും കായികാധ്യാപക തസ്തികയില്ല. UPയിലെ ഒരു 500 കുട്ടികളുണ്ടെങ്കിൽ മാത്രം ഒരു കായികാധ്യാപകൻ. 499 പേര് ഉണ്ടെങ്കിൽ പഠിക്കുന്നൊരു വിദ്യാലയമാണെങ്കിൽ അവിടെ കായികാധ്യാപക പോസ്റ്റില്ല. ഇതിനെയെല്ലാം ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും, ഈ 40 ലക്ഷം കുട്ടികൾക്കും ഈ കായിക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കായിക പരിശീലനവും ലഭിക്കുന്നതിന് വേണ്ടി കുട്ടികളോടൊപ്പം ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നിസ്സഹകരണമാണ് ഇന്നിവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ മതിയായ വെളിച്ചം ഇല്ലാതിരുന്നത് മത്സരാർത്ഥികളെയും വിധികർത്താക്കളെയും വലച്ചു. വൈകിട്ട് ജാവലിൻ ത്രോ, ഹൈജമ്പ് തുടങ്ങിയ മത്സരങ്ങൾ നടന്നിരുന്ന ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാതിരുന്നതാണ് മത്സരാർത്ഥികളെ വലച്ചത്. വിധികർത്താക്കൾ മൊബൈലിലെ ഫ്ളാഷ് ലൈറ്റ് സഹായത്തോടെയാണ് മാർക്ക് രേഖപ്പെടുത്തിയത്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കാനാകാതെ നിർത്തിവെച്ചു. ആദ്യ ദിനം പൂർത്തിയാക്കാതിരുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ കായികമേളയിൽ ഷോട്ട്പുട്ട് മത്സരത്തിൽ ഇരട്ട സഹോദരന്മാർക്ക് 1ഉം 2ഉം സ്ഥാനം. ഒരുമിച്ച് പരിശീലിച്ച് മേളയ്ക്കെത്തിയ ജസിൻ ജോഷി സഹോദരങ്ങളാണ് വിജയം കരസ്ഥമാക്കിയത്. ജൂനിയർ ബോയ്സ് വിഭാഗം ഷോട്ട്പുട്ട് മത്സരത്തിൽ ജെഫിൻ ജോഷി 1ാം സ്ഥാനവും ജസിൻ ജോഷി 2ാം സ്ഥാനവും നേടി. മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾ ധാർമ്മികമായ റിപ്പോർട്ടിംഗും നിഷ്പക്ഷതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്തി ജനാധിപത്യത്തെ വഞ്ചിക്കുന്ന നിലയിലേക്ക് നീങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സമകാലിക ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും ധാർമ്മികതയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസഹിഷ്ണുത പ്രചരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളുടെയും റേറ്റിംഗിനായി പായുന്ന വാർത്താ മാധ്യമങ്ങളുടെയും ഇടയിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന
നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത മാധ്യമ സമൂഹം മറന്നു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് VM ഷൈൻ അധ്യക്ഷനായി. മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് C സദാനന്ദകുമാർ, നജ്മ നസീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ MN വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗൗരിദാസൻ നായർ, PS മനോജ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി. ഗാസ അധിനിവേശം വംശഹത്യ അനുഭവം എന്ന പുസ്തകം 10 കുട്ടികൾക്ക് നൽകി ശശികുമാർ പ്രകാശനം ചെയ്തു. റാഫി പള്ളിപ്പറമ്പിൽ, KM ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തികൾ വളരെ അപൂർവമാണ്. നമുക്ക് തെരഞ്ഞു നോക്കിയാൽ കിട്ടുന്നില്ല. അപ്പം MN വിജയൻ മാഷായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം അവസാനം. 32 ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിലെ പ്രതിയെ കൊല്ലത്ത് നിന്ന് പിടികൂടി. കൊല്ലം ഏഴുകോൺ ഇരുമ്പരങ്ങാട് സ്വദേശി തയ്യിൽ വീട്ടിൽ മുരുകദാസാണ് പിടിയിലായത്. എടവിലങ്ങ് സ്വദേശിയായ KSFE അസിസ്റ്റന്റ് മാനേജറാണ് തട്ടിപ്പിനിരയായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ 3 പ്രതികളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിരിച്ചുവിട്ട 3 മുൻ ജീവനക്കാരാണ് പിടിയിലായത്. പുറത്തുനിന്നും ബാറിൽ മദ്യം കൊണ്ടുവന്ന് അനധികൃത മദ്യവിൽപ്പന നടത്തിയത് മാനേജരെ അറിയിച്ചതിലുള്ള വിരോധം കാരണം ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിലാണ് നടപടി. ഇടുക്കി കട്ടപ്പന വെള്ളയാങ്കുടി സ്വദേശി വാഴയിൽ വീട്ടിൽ ജെയ്സ് ആന്റണി, അമ്പഴക്കാട് പള്ളിപ്പാട്ട് വീട്ടിൽ സിജോ ജോസ്, കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി പടത്താനത്ത് വീട്ടിൽ രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ബാർ ജീവനക്കാരനായ ഈസ്റ്റ് മാറാടി സ്വദേശി പൊൻവേലി കിഴക്കേതിൽ ഷാജി എന്നയാൾക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കസ്റ്റഡിയിൽ. വെള്ളിക്കുളങ്ങര മോതിരക്കണ്ണി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ഡെയ്സൺ ഡേവിസിനെയാണ് അന്വേഷണ സംഘം മോതിരക്കണ്ണി നമ്പ്യാർപ്പടിയിൽ നിന്നും പിടികൂടിയത്. ചാലക്കുടി പോട്ട സ്വദേശി കമട്ടത്തി വീട്ടിൽ അക്ഷയ് സുന്ദറിനെയാണ് പ്രതി കല്ലുകൊണ്ടും സോഡാക്കുപ്പികൊണ്ടും വാളുകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പള്ളിശ്ശേരിയിൽ വീട് കയറി ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലി തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വൂർ സ്വദേശി പെരുമ്പള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പള്ളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ചേർപ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുബിൻ, CPOമാരായ M മണികണ്ഠൻ, RV വിനീഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കൈപ്പമംഗലം, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പതിനേഴുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മണത്തല കടപ്പുറം സ്വദേശി പണിക്ക് വീട്ടിൽ അബ്ദുൾ ജംഷീറിനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. 2020 ജൂലൈ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രണയം നടിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതിജീവിത പിന്നീട് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി.
അഴീക്കോട് മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ തൊഴിലാളിക്ക് സഹായവുമായി എത്തിയ പോലീസ് ബോട്ട് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. മറ്റൊരു മത്സ്യബന്ധന വള്ളമെത്തിച്ചാണ് പോലീസ് ബോട്ട് കരയിലേക്ക് കൊണ്ടുവന്നത്. പരിക്കേറ്റയാളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേർ ബോട്ടിലുണ്ടായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ക്യാപ്റ്റൻ എന്ന വള്ളം ഉപയോഗിച്ച് പോലീസ് ബോട്ട് കെട്ടിവലിച്ച് കരയിലെത്തിച്ചു. ദേശീയപാത 66 തിരുവത്രയിൽ മുള്ളൻപന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. സർവീസ് റോഡ് അരികിലാണ് മുള്ളൻപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണത്തിലെ അലംഭാവത്തിനും അനാസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ PK സത്യശീലൻ, അജിത് കുമാർ, സെക്രട്ടറിമാരായ MS സാജു, PM മൊഹിയുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂർ നാഗത്താൻകാവ് ശ്രീ നാഗരാജ വാസുകി ക്ഷേത്രത്തിൽ ആയില്യപൂജ മഹാനിവേദ്യം നടത്തി. വിശേഷാൽ പൂജകൾക്ക് പുലിയന്നൂർ മനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയില്യപൂജയ്ക്ക് ക്ഷേത്ര മേൽശാന്തി പുതുമനയില്ലത്ത് ശ്രീഹരി നമ്പൂതിരി കാർമ്മികനായി. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് കൊടകര പൂനിലാർക്കാവ് നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ ആയില്യപൂജ നടന്നു. നാഗങ്ങൾക്ക് പാലും നൂറും നൽകൽ, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പാമ്പുമേക്കാട്ട് മനയ്ക്കൽ ജാതവേദ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ, മുൻ ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്ന കന്നിമാസത്തിലെ ആയില്യപൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങളെത്തി. നൂറും പാലും നൽകാൻ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൽ കൈലാസം പരികർമ്മിയായി. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി K ചന്ദ്രദാസ്, പൂര കമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത്, കോമരം മാരാത്ത് വാസുദേവൻ, മുൻ സെക്രട്ടറി രാജു മാരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലായി കൊളത്തൂർ കൊളത്തൂക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാർ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, ട്രഷറർ സരിത നാരായണൻകുട്ടി, കലാജയപ്രകാശ്, പ്രവീൺ കുമാർ, സുരേഷ് എലിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് ആൽത്തറ കൊടിക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി. നാഗപൂജയ്ക്ക് ക്ഷേത്ര മേൽശാന്തി രഞ്ജിത്ത് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് കാർ വർക്ക്ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോണും ATM കാർഡും 7,500 രൂപയും മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു.
ജാർഖണ്ഡ് സ്വദേശി നെൽസൺ കോർവയാണ് അറസ്റ്റിലായത്. വൃദ്ധ ദമ്പതിമാരുടെ ആത്മസംഘർഷങ്ങളുടെ കഥ പറയുന്ന ഷോർട്ട് ഫിലിം തണൽ തേടുന്നവർ ഒരുങ്ങി. ടീം ബിഗ് സീറോ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം. അവൺശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ ഷോബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ BG വനജകുമാരി, സംവിധായകൻ സജീവ് തണ്ടാശ്ശേരി, നിർമ്മാതാക്കളായ ശ്രീജിത്ത് പുളിങ്കുഴി, അജിത ശ്രീജിത്ത്, ബിന്ദു സജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. നീ അച്ഛൻ്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ അവിടെയൊക്കെ മാറി മാറി നിൽക്കുക. ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്തൊക്കെ പോകണം. വരൂ കേട്ടോ. അന്തിക്കാട് വന്നേരിമുക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ അസഭ്യം പറഞ്ഞ് ബഹളമുണ്ടാക്കിയ സംഭവത്തിൽ പ്രതിയെ 5 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി ചങ്ങാനത്ത് വീട്ടിൽ മുർഷാദാണ് അറസ്റ്റിലായത്. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് KGM LP സ്കൂളിൽ രുചിമേളം സംഘടിപ്പിച്ചു. 575ഓളം കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് രുചിമേളത്തിൽ പ്രദർശിപ്പിച്ചത്. രുചിമേളം പരിപാടി കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോ ജോർജ് അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ ജോഷി D കൊളന്നൂർ, MPTA പ്രസിഡന്റ് സൗമ്യ, PTA വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ, കോർഡിനേറ്റർ ലിനി MG തുടങ്ങിയവർ പങ്കെടുത്തു. INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KC ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC കുന്നംകുളം റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC ലീഡർ CA സിജോ, INTUC ജില്ലാ സെക്രട്ടറിമാരായ സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ തിരുവത്ര അത്താടി 31-2 വാർഡുകളിൽ കാന നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം തിരുവത്രയിൽ MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ അധ്യക്ഷ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ MR രാധാകൃഷ്ണൻ, 2ാം വാർഡ് കൌൺസിലർ ശ്രീജി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ ഗുരുവായൂർ ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രജത ജൂബിലി ആഘോഷം ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് കെയർ പ്രസിഡന്റ് നൂറുന്നിസ ഹൈദർ അലി അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, ഉമാ പ്രേമൻ, നജീബ് കുറ്റിപ്പുറം, നഗരസഭാ കൌൺസിലർ KPA റഷീദ്, PI ലാസർ, ഫാരിദ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് കാട്ടകമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. പാലത്തിന്റെ സ്ലാബുകളെല്ലാം സ്ഥാപിക്കുന്ന പണി പൂർത്തിയായി. കൈവരികളും നിർമ്മിച്ചു. അപ്രോച്ച് റോഡിന്റെയും ബണ്ടിന്റെ വശം ബലപ്പെടുത്തൽ മാത്രമാണ് ബാക്കിയുള്ളത്. 2018-ലാണ് കാരിച്ചാൽക്കടവ് പാലം കം ചെക്ക് ഡാമിന്റെ നിർമ്മാണം തുടങ്ങിയത്. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പണി പൂർത്തിയായില്ല. 4 വർഷത്തിന് ശേഷവും നിർമ്മാണം പൂർത്തിയാകാത്തതോടെ സർക്കാർ കരാർ റദ്ദാക്കി. തുടർന്ന് പുതിയ കരാറുകാരൻ പണി ഏറ്റെടുത്തതോടെയാണ് നിർമ്മാണം വേഗത്തിലായത്. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ജൂഡോ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. അഭിജിത്ത് തിലകനാണ് ജൂഡോ പരിശീലകൻ. ജില്ലാ ജൂഡോ അസോസിയേഷൻ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ ആദരിച്ചു.
യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും തൃശൂർ മൈൻഡ് ഷിഫ്റ്റ് കൌൺസിലിംഗ് സെന്ററും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സ്റ്റെന്നി ഡേവിസ്, നിത്യ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. യുവധാര പ്രസിഡന്റ് PV ലിസ്റ്റൺ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP ബോയ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സേവ്യർ ചിറ്റരപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, BR അരവിന്ദാക്ഷൻ, CV മുഹമ്മദ് ബഷീർ, MM ജമീലാബി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഗ്രഹണ പദ്ധതിയിൽ അനുവദിച്ച 1,17,00,000 രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. ഗുരുവായൂർ നഗരസഭ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ ടർഫ് IM വിജയൻ നാടിന് സമർപ്പിച്ചു. 2.65 കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. സമർപ്പണം നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ താരം ജോപോൾ അഞ്ചേരി, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷോപലക്ഷം വരുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള പ്രധാന അധ്യാപിക, അതിനുള്ള ഗ്രൗണ്ടും ബാഡ്മിന്റൺ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആളൂരിൽ INTUC ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി ആന്റണി കുറ്റക്കാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സോമൻ ചിറ്റാടത്ത് അധ്യക്ഷത വഹിച്ചു. പാലപ്പള്ളി കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ്, പഞ്ചായത്ത് അംഗം ബാനസീർ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകമായി നമുക്ക് ബഡ്ജറ്റ് നിധികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള 4 ക്ലാസ് റൂമുകളുടെ നിർമ്മാണം, അതിൻ്റെ ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കേസെടുത്തു. ആനയുടെ മുൻകാലുകളിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് കേസെടുത്തത്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ K. മനോജ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലെ നറുക്കെടുപ്പ് പൂർത്തിയായി. 86 പഞ്ചായത്തുകളിലായി 907 വാർഡുകളിലാണ് സംവരണ വാർഡുകളായി തെരഞ്ഞെടുത്തത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ കുന്നംകുളം ACPയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. അത്താണി മണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾ മോഷ്ടിച്ചത് 10 ലക്ഷം രൂപയുടെ യന്ത്ര സാമഗ്രികൾ.
കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ 46 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. ചാലക്കുടി ഉപജില്ല 34 പോയിന്റോടെ 2-ാം സ്ഥാനത്തും 31 പോയിന്റുമായി ചാവക്കാട് 3-ാം സ്ഥാനത്തും തുടരുകയാണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.